ഫുട്ബോൾ മൈതാനത്ത് ഒരു ഗോൾ പിറക്കുമ്പോൾ ഗാലറി മൊത്തം ആവേശത്തിൽ ആറാടും. ഫാൻസിൻ്റെ ആഘോഷവും ആർപ്പുവിളിയും കൊണ്ട് സ്റ്റേഡിയം മൊത്തം തിങ്ങി നിറയും. കമൻറ്റേഴ്സിൻ്റെ നിലവിളി വേറെ. പക്ഷേ ലോകം മുഴുവൻ ഭയക്കുന്ന ഒരു ഗോൾ സ്കോറർ ഉണ്ടെങ്കിലോ? അദ്ദേഹം പന്ത് വലയിലാക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വേൾഡ് ഫേമസ് പേഴ്സണാലിറ്റി മരിക്കുന്നു. ഇതൊരു സിമ്പിൾ കോയിൻസിഡൻസ് ആവുമോ? അല്ലെങ്കിൽ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ ക്രീപ്പി കേഴ്സാണോ? ഇതാണ് വെയിൽസ് താരം ആരോൺ റാംസെ എന്ന പേരിനോട് ചേർന്ന ഡെത്ത് ഗോൾ മിസ്റ്ററി. ആരാണ് ഈ ആരോൺ റാംസെ? വെയിൽസ് സ്വദേശിയായ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് അദ്ദേഹം. മിഡ്ഫീൽഡറായ റാംസെ തൻ്റെ കരിയറിൽ ആഴ്സണൽ FC പോലുള്ള വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഗോൾ സ്കോറിംഗ് എബിലിറ്റി കൊണ്ടും വലിയ മാച്ചസിലുള്ള ഡിസിസീവ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും റാംസെ ഫുട്ബോളിൽ ഫാൻസുകൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗോൾസിനെ മറ്റൊരു സ്ട്രേഞ്ച് റീസൺ കൊണ്ടും ലോകം ശ്രദ്ധിച്ചിരുന്നു. ഇതൊരു ഇൻ്റർനെറ്റ് റൂമർ മാത്രമാണെന്ന് തോന്നാം. പക്ഷേ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ ഈ ഒരു തിയറി കുറച്ചു ഡിസ്റ്റർബിംഗ് ആണ്. 2011 മെയ് റാംസെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഗോൾ നേടുന്നു. അടുത്ത ദിവസം ലോകം കേട്ടത് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ട വാർത്തയാണ്. അതിനു മാസങ്ങൾക്ക് ശേഷം റാംസെ വീണ്ടും ഗോൾ നേടുന്നു. തൊട്ടു പിന്നാലെ സ്റ്റീവ് ജോബ്സ് അന്തരിക്കുന്നു. ഡേയ്സ് ലേറ്റർ റാംസെയുടെ ഗോൾ വീണ്ടും. ഇത്തവണ മരിച്ചത് മുഅമ്മർ ഗദ്ദാഫി. അവിടെ നിർത്തിയില്ല. 2013 പോൾ വാക്കർ മരിച്ചപ്പോഴും ഫാൻസ് വീണ്ടും റാംസെയുടെ ഗോൾ ഓർമ്മപ്പെടുത്തി. 2014 റോബിൻ വില്യംസ്, 2016 ഡേവിഡ് ബോവി. റാംസെ ഗോൾ അടിക്കുമ്പോൾ ഒരു ഫേമസ് പേഴ്സണാലിറ്റി ലോകത്തോട് വിട പറയുന്നു. ഈയൊരു പാറ്റേൺ ആരാധകർ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം ഇൻ്റർനെറ്റിൽ ഒരു പേര് പിറന്നു, ദ ആരോൺ റാംസെ കേഴ്സ്. തീർച്ചയായും സയൻസ് പറയുന്നത് ഇതൊരു കോയിൻസിഡൻസ് മാത്രമാണെന്നാണ്. ലോകത്ത് ഓരോ ദിവസവും നിരവധി ഫേമസ് പേഴ്സണാലിറ്റീസ് ആണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റാംസെയുടെ ഗോൾസിനോട് ഈ സംഭവങ്ങൾ മാച്ചായത് ഫാൻസിനെ കുറച്ച് ഭയപ്പെടുത്തി. റാംസെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി ഐ സ്കോർ ഗോൾസ് ടു ടേക്ക് ഔട്ട് ദ ബാഡ് ഗൈസ്. അതുകൊണ്ട് ചോദ്യം ഇപ്പോഴും ഒന്ന് മാത്രമാണ്, ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രേഞ്ച് മിസ്റ്ററി ആവുമോ? ഇന്നും ആരോൺ റാംസെ ഒരു ഗോൾ അടിക്കുമ്പോൾ ഫുട്ബോൾ ഫാൻസ് ഒരു നിമിഷം നിശബ്ദമാകും.